നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഋഷു. ചെറുതിലെപ്പോഴോ കേട്ട് മറന്നുപോയ, അല്ല അവഗണിച്ചു പോയ ആ വിളി വീണ്ടും അന്നുള്ളതിനേക്കാൾ 1000 ഇരട്ടി സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. ഋഷിന്റെ കാലുകൾ മണ്ണിൽ പൂണ്ടുപോയതുപോലെ അവൻ തറഞ്ഞു നിന്നുപോയി. ഋഷു, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. കണ്ടിട്ടും താൻ കാണാത്ത പോലെ നടന്നതിന്റെ പരിഭവമൊന്നുമില്ല. അങ്ങേയറ്റം സ്നേഹത്തോടെ തന്നെയാണ് കൈപിടിച്ചിരിക്കുന്നത്. മുന്നിൽ വന്നിട്ട് നിറച്ചിരിയോടെയാണ് ചോദിക്കുന്നത്. ഋഷിന്റെ നെഞ്ചിലെ മുറിവിൽ നിന്നും വീണ്ടും ചോര പൊടിഞ്ഞു. എന്തിനാ ചേട്ടായി നിങ്ങളെന്നെ ഇങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കുന്നത്? ഉള്ളിലെ ചോദ്യം പക്ഷെ അവന്റെ നാവുകൾ ഏറ്റെടുത്തില്ല. നീ എന്ന അനിയനായതുകൊണ്ട് എന്ന ക്രിസ്റ്റിയുടെ ഉത്തരം ഋഷിന്റെ സ്വന്തം ഹൃദയം തന്നെ അവന് പരിഹാസത്തോടെ ഓർമ്മിപ്പിച്ചു. നിന്നെല്ലാവരും കാത്തിരിക്കുന്നു ഋഷു, വാ നമുക്ക് വീട്ടിൽ പോവാം. ഒരക്ഷരം മിണ്ടാതെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു, ഞാനിങ്ങോട്ട് വരുന്നില്ല ഏട്ടായി. അങ്ങേയറ്റ ശാന്തതയോടെ ഋഷി തന്റെ കയ്യിൽ മുറുകിയ ക്രിസ്റ്റിയുടെ കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു, വരുന്നില്ലേ? ക്രിസ്റ്റിയുടെ നെറ്റി ചുളിഞ്ഞു. എനിക്കറിയാം, ഞാനും എൻ്റെ പപ്പയെന്ന് ചെലുത്താൻ ഇറങ്ങിപ്പോന്നോടെ കുന്നൽ വീടൊരു സ്വർഗമായിട്ടുണ്ടാവും. ഇനിയൊരു അപശകനം പോലെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഏട്ടായി. ഇപ്പൊ ഈ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഉപകാരം മാത്രമേ ഉള്ളൂ. ആ മറുപടി തന്നെയായിരുന്നു അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും എന്തുകൊണ്ടോ ആ വാക്കുകളും കണ്ണിലെ നിസ്സംഗതാഭാവവും ക്രിസ്റ്റിയുടെ നെഞ്ചി പിടപ്പിച്ചു. അങ്ങനെയൊന്നും അല്ലടാ മോനെ, എല്ലാം നിന്റെ തോന്നല. ക്രിസ്റ്റി വീണ്ടും അവൻ്റെ കൈ പിടിച്ച്, എന്നെ തിരിച്ചു വിളിക്കലേ ഏട്ടായി. വിളിച്ചാൽ ഞാൻ വന്നുപോകും. കാരണം നിഷേധം പറയാനാവാത്തൊരു സ്നേഹം ഉണ്ടാവും ആ വിളിയിൽ. മാത്രമല്ല എന്നെക്കുറിച്ച് ഓർക്കുന്ന പോലും ചേട്ടായി മാത്രമേ ഉള്ളൂ. എല്ലാം എനിക്കറിയാം, എല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കി. ചേട്ടായി ഒന്നും ശരിയായിരുന്നു, പക്ഷേ എനിക്കത് മനസ്സിലാവാൻ ഇച്ചിരി വൈകി. ഋഷിൻ ക്രിസ്റ്റിയുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ. ക്രിസ്റ്റിക്ക് പിന്നെ അവനോട് എന്തു പറയണമെന്നറിയാത്തൊരു നിസ്സഹായത തോന്നി. പോട്ടെ. ക്രിസ്റ്റിയെ നോക്കിയെന്ന് ചിരിച്ചിട്ട് ഋഷിൻ വീണ്ടും മുന്നോട്ട് നടന്നു. അമ്മ പറഞ്ഞിട്ടാ ഋഷു ഞാൻ വന്നത്. പിന്നിൽ നിന്ന് വീണ്ടും ക്രിസ്റ്റിയുടെ സ്വരം. ഋഷിൻ വീണ്ടും നിന്നുപോയി. സ്നേഹവും പരിഗണനയും അത്രമേൽ കൊതിക്കുന്നൊരു മനസ്സ് അവനുള്ളിൽ തുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും തിരിച്ചുപോയെന്ന് കേഴുന്നുണ്ടായിരുന്നു. മീരയുടെയും ഫൈസിയുടെയും കല്യാണമാണ് ഇന്ന്. നിന്റെ വരവിന് വേണ്ടിയാ കുന്നേൽ കുടുംബം മുഴുവൻ ഈ ദിവസത്തിനെയും കാത്തിരുന്നു. അവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട്, അത്രയും പേരുടെ സ്നേഹം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് നിനക്ക് പോവാൻ കഴിയുമെങ്കിൽ ആയിക്കോ, ഞാൻ തടയുന്നില്ല. ക്രിസ്റ്റി പിന്നിൽ നിന്നും പറഞ്ഞു. എന്തുകൊണ്ടോ ഋഷിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇനിയും നമ്മുടെ അമ്മ തോറ്റു കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും നേരം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ മനസ്സിലെ സ്നേഹം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഋഷിയേട്ടൻ കൂടി വന്നിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നിന്റെ കൂടപ്പിറപ്പിന്റെ ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത സ്നേഹം നിനക്ക് തൊട്ടറിയണ്ടെങ്കിൽ നീ പൊയ്ക്കോടാ മോനെ. കണ്ണുകൾ നിറഞ്ഞിട്ട് ഋഷിന്റെ കവിളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതിയെ തിരിഞ്ഞു. വാ. നിറഞ്ഞ ചിരിയോടെ ക്രിസ്റ്റി അവന് വേണ്ടി മുന്നിലെ ഡോർ തുറന്നിട്ട് വീണ്ടും ക്ഷണിച്ചു. പിന്നെയും ആ ക്ഷണം നിരസിച്ചു പോകാനുള്ള മനഃശക്തി ഋഷിനും ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ നടന്നു വന്നിട്ട് ക്രിസ്റ്റി തുറന്നു കൊടുത്ത ഡോറിൽ കൂടി അകത്തേക്ക് കയറി. ഹൃദ്യമായൊരു ചിരിയോടെ ക്രിസ്റ്റി ഡോർ അടച്ചുകൊണ്ട് തിരികെ വന്ന് കാറിൽ കയറി. യാത്രയിലുടനീളം ഋഷിന് അസ്വസ്ഥനായിരുന്നു. ഒരക്ഷരം മിണ്ടാതെ കണ്ണടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടക്കുന്നവന്റെ മനസ്സിൽ കുന്നുകളിൽ ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരവധി സന്ദർഭങ്ങളും മുഖങ്ങളും ഭയപ്പെടുത്തുന്നുണ്ടെന്ന് ക്രിസ്റ്റിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. എന്നിട്ടും അവനൊന്നും ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. കാരണം അവനറിയാമായിരുന്നു, കുന്നേലുള്ളവരാരും മനസ്സിലൊന്നും പുറമേയൊന്നും പ്രകടിപ്പിച്ചുകൊണ്ട് വിഷം ചീറ്റാൻ കഴിയുന്നവരല്ല എന്നുള്ളത്. അസഹിഷ്ണു നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ കുന്നേലെത്തുമ്പോൾ ഋഷിന്റെ കണ്ണുകൾ മിഴിഞ്ഞതുപോലുണ്ടായിരുന്നു. അത്രമാത്രം വലിയൊരു കല്യാണമാണെന്ന് അവനും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങടാ. തന്നെയും പുറത്തുള്ള ബഹളങ്ങളിലേക്ക് മാറി മാറി നോക്കുന്ന ഋഷിനെ നോക്കി ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഋഷു? അവന്റെ മുഖത്ത് പരിങ്ങുന്ന ഭാഗം കണ്ടതും സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി ക്രിസ്റ്റി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പോവും. ക്രിസ്റ്റിയെ നോക്കാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കുമ്പോൾ ക്രിസ്റ്റിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോഴെന്നെ തടയരുത്. മുന്നറിയിപ്പ് പോലെ ഋഷിൻ പറഞ്ഞു, എന്നെ തടയരുതേ. അത് തട്ടിമാറ്റി പോവാൻ എനിക്കാവാത്ത വിധം നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് എന്നുകൂടിയല്ല അവൻ ആ പറയുന്നത്. നിസ്സഹായമായ ഒരു ആവശ്യപ്പെടൽ. ക്രിസ്റ്റിക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നിയ നിമിഷമായിരുന്നു അത്. നീ ഇറങ്ങി, നമുക്ക് വഴിയുണ്ടാകടാ. ക്രിസ്റ്റി കൈ നീട്ടിക്കൊണ്ട് അവനെ മുടിയൊന്ന് ചിക്കിച്ചകഞ്ഞു. അവരോടും പറയണോ? ഏറ്റു, നീ വാ, ഞാനെന്തായാലും പോവും. ഋഷിൻ സ്വയം പറഞ്ഞു പഠിക്കുന്ന പോലെ അതൊന്നുകൂടി പറഞ്ഞിട്ടാണ് ഡോറ് തുറന്നത്. ചിരിയൊതുക്കി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റിയും പുറത്തേക്ക് ഇറങ്ങി. വെയിലിനൽപ്പം കനം വെച്ചതുപോലെ തന്നെ ആഘോഷങ്ങൾക്ക് നിറമേറിയിരുന്നു. കുന്നേൽ ബംഗ്ലാവ് ഒരു ആവേശത്തിമിർപ്പിലാണ്. കുന്നേൽ നിന്നും ഫിലിപ്പ് മാറ്റ് മൺമറഞ്ഞു പോയതിൽ പിന്നെ വർക്കിയുടെ ഭരണ പരിഷ്കാരങ്ങൾപ്പെട്ട് അവിടെ നിന്നും പതിയെ പിന്തിരിഞ്ഞടക്കേണ്ടി വന്നവരെല്ലാം പരസ്പരം ഓർമ്മകളായി വിറക്കി.
നാട്ടിലെ എന്താവശ്യത്തിനും മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി ഇടപെടുന്ന ഫിലിപ്പ് മാത്യുവിനോടുള്ള അതേ സ്നേഹം അവർ ക്രിസ്റ്റിയിലേക്കും വെച്ചു മാറിയിരുന്നു. വർക്കില്ലാത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറങ്ങിയിട്ട് മുന്നോട്ട് നടക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ അകത്തേക്ക് കയറിയത്. കൈ ഉയർത്തി കാണിക്കുന്നവർക്കും ഉറക്കെ പേര് വിളിച്ചുകൊണ്ട് വരവറി ചെറുക്കു നേരെ നോക്കി ഹൃദ്യമായൊരു ചിരിയോടെയാണ് ക്രിസ്റ്റി അകത്തേക്ക് ചെല്ലുന്നത്. അവനൊപ്പമായതുകൊണ്ട് തന്നെ ഋഷിനിലേക്ക് വെറുപ്പിന്റെ തുറിച്ചു നോട്ടങ്ങളും പിറുപിറുക്കലും നീളുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും മുഖം കുനിച്ചു. ക്രിസ്റ്റി പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഋഷിനകത്തേക്ക് നടക്കുന്നത്. മുറ്റത്ത് കെട്ടിയ കൂറ്റൻ പന്തലിനുള്ളിൽ ഏറെക്കുറെ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. അലങ്കരിച്ച സ്റ്റേജിൽ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സുമായി ആര്യനൊപ്പം പിന്നെയോ ആരൊക്കെയോ നിർത്താതെ ധൃതിയിൽ നടന്നു മോടിയും വലിയൊരു കല്യാണത്തിന് കുറവുകളൊന്നും വരുത്തുന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നേരെ നന്ദിയോടെ നോക്കിയിട്ടാണ് ക്രിസ്റ്റി ഋഷിനൊപ്പം ഹാളിലേക്ക് നടന്നത്. അകത്തേക്ക് കയറിയതും ഋഷിന്റെ കൈകൾ വിറച്ചതും ക്രിസ്റ്റി അവനെ ചേർത്ത് പിടിച്ച ഉള്ളം കയ്യിൽ നിന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അവനൊന്നുകൂടി ഋഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പുറത്തുള്ള പോലെ തന്നെ അകത്തു നിറവാണ്. സന്തോഷത്തോടെ ചിരി നിറഞ്ഞ മുഖങ്ങൾക്കിടയിൽ കൂടി അതേ ചിരിയോടെ ക്രിസ്റ്റി നൂണ്ട് കയറി. ഇതുങ്ങളെല്ലാം കൂടി ഞാനിനി എവിടെ പോയി കണ്ടുപിടിക്കേണ്ട കർത്താവേ. ചുറ്റും നോക്കിയ ക്രിസ്റ്റി പതിയെ പറഞ്ഞു. ഋഷിനും പകപ്പ് വിട്ടിട്ടില്ല. പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ പൊലിവുണ്ട് അകത്തുന്നതിന് അവൻ നോക്കിക്കണ്ടു. ക്രിസ്റ്റിയെ നോക്കി ചിരിക്കുന്നവരെല്ലാം തന്നെ കൂടി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഋഷിന് മനസ്സിലായി. അതവനിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് നൽകിയത്. ഇച്ച ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പാത്തുവിന്റെ സ്വരം കാതും ഹൃദയവും ഏറ്റെടുത്തു. ക്രിസ്റ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ റെഡ് ചില്ലി കളർ സാരിയിൽ രണ്ടൊപ്പിലും രണ്ടടിയിലും ഒതുക്കിയെന്ന് മറിയാമ്മച്ചി നിരന്തരം പറയാറുള്ള ആ കല്യാണത്തിന്റെ മുഴുവൻ കുറവ് നികത്തിക്കൊണ്ട് അതിമനോഹരമായിട്ട് ഒരുങ്ങിയവൾ വൃത്തിയായി ചുറ്റിക്കെട്ടിയ ഹിജാബിനുള്ളിൽ ഒരമ്പിളിക്കീറ് പോലെ അവനു മുന്നിൽ പാത്തു തിളങ്ങി. മറിയാമ്മച്ചിയുടെ അല്പം ഉയർന്നു കേട്ട ചുമ അത് തനിക്കുള്ള വാണിയും കൂടിയാണെന്ന് മനസ്സിലാക്കി മനസ്സൊട്ടുമില്ലാതെയാണ് ക്രിസ്റ്റി പാത്തുവിൽ നിന്ന് മിഴികൾ പിൻവലിച്ചത്. അവനടുത്തേക്ക് വരാൻ തുടങ്ങിയവളെ ആരോ പിടിച്ചിർത്തി സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ ക്രിസ്റ്റി മറിയാമ്മച്ചിയെ നോക്കി. നിന്റെ അമ്മ അവിടെ മുഖത്തൊന്നല്ലല്ലോ. അവനോട് അല്പം ചേർന്ന് നിന്നിട്ട് മറിയാമ്മച്ചി ചോദിച്ചു. ക്രിസ്റ്റി ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. അകത്തുണ്ട്, വാ. ഒന്നമർത്തി മൂളിക്കൊണ്ട് അവർ ഡെയ്സിയുടെ മുറിയുടെ നേരെ നോക്കി. ഞാൻ എൻ്റെ പെണ്ണിനെ വായി നോക്കും, വേണ്ടി വന്നാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അതിന് നിങ്ങൾക്കെന്താ ഹേ ഇത്രയും അസൂയ? മറിയാമ്മച്ചിയെ ചേർന്ന് നടക്കുന്നതിനിടെ ക്രിസ്റ്റി പറഞ്ഞു. ഓവ, ഇതൊക്കെ നടന്നാ മതി. കുഞ്ഞൊരു ചിരിയോടെ മറിയാമ്മച്ചി പറഞ്ഞു. ചുന്ദരി ആയിട്ടുണ്ടല്ലോ. ക്രിസ്റ്റി നടക്കുന്നതിനിടെ ചുണ്ടുകൂട്ടി. ഓ, നീ പറഞ്ഞില്ലേ, എനിക്കറിയാടാ, ഞാൻ കാണാൻ അല്പം മെനയ്ക്കേണ്ടെന്ന്. അതിനേക്കാൾ അന്തസ്സായി മറിയാമ്മച്ചി അവനെയും പുച്ഛിച്ചു. ഇതിനകത്തുണ്ട്, ചെല്ലാങ്ങോട്ട്. ഡെയ്സിയുടെ മുറിക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് മറിയാമ്മച്ചി ഋഷിനെയാണ് നോക്കിയത്. പ്ലീസ്. ആ നോട്ടം കണ്ടതും ക്രിസ്റ്റി ചുണ്ടി ഉളുക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. ഋഷിനോട് ഇപ്പോഴുമുള്ള കലിപ്പ് വിട്ടുമാറാത്ത അവർ വീണ്ടും വലതും മുഖം കറുപ്പിച്ചുകൊണ്ട് അവനോട് വിളിച്ചു പറയുമോ എന്നവൻ നന്നായി ഭയന്നിരുന്നു. കൂടെയുള്ളവൻ അല്ലെങ്കിലേ വല്ലാത്തൊരവസ്ഥയിലാണ്. തിരികെ പോകുമെന്ന് പറഞ്ഞു നിൽക്കുന്നവനാണ്. അവനെ മനസ്സിലായതുപോലെ മറിയാമ്മച്ചി പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ തിരിഞ്ഞടന്നു. വാ. ഋഷിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി വാതിൽ തുറന്നു. ഋഷിൻ മുഖമുയർത്തി നോക്കുന്നില്ല. അപ്പോഴും നല്ലപോലെ വിറക്കുന്നുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഡെയ്സി കിടക്കയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. തൊട്ടുമുന്നിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രണ്ട് മക്കൾ തമ്മിലെ വാശിയും വൈരാഗ്യം കൊണ്ട് തമ്മിൽ തല്ലിയപ്പോഴെല്ലാം മനസ്സിൽ വെറുതെ സങ്കല്പിച്ചുകൊണ്ട് നോവകറ്റിയ ആ നല്ല ചിത്രമാണ് കൺമുമ്പിൽ നിറവോടുകൂടി വിടർന്ന് നിൽക്കുന്നത്. നിറഞ്ഞ ചിരിയോടെ അഭിമാനത്തോടെ നിൽക്കുന്നവന്റെ അരികിൽ കുറ്റബോധം കൊണ്ട് കുനിഞ്ഞുപോയ മുഖത്തോടെ മറ്റൊരുവൻ. ക്രിസ്റ്റിയിലുള്ള ആ ചിരി മറ്റവനിലേക്കും പകർന്നു കിട്ടിയതാണെന്ന് ഡെയ്സിക്ക് തോന്നി. കാരണം ഋഷിനെ ചേർത്ത് പിടിച്ച ആ കൈകൾ അത് അത്രമാത്രം സുരക്ഷയോടെയാണ്, സ്നേഹത്തോടെയാണ്. സന്തോഷം കൊണ്ട് ഡെയ്സിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഞാൻ എൻ്റെ വാക്കു പാലിച്ചിരിക്കുന്നു. ഋഷിനെ ഡെയ്സിക്ക് മുന്നിലേക്ക് നീക്കിർത്തിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. നിറഞ്ഞ കണ്ണോടെ അവർക്ക് മുമ്പിൽ വന്നിരുന്ന ഡെയ്സി ആദ്യം ക്രിസ്റ്റിയുടെ മുഖം പിടിച്ച് താഴ്ത്തി അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ശേഷം വിറക്കുന്ന കൈകൾ കൊണ്ട് ഋഷിന്റെ കവിളിൽ ചേർത്ത് വെച്ച് പിടിച്ച് താഴ്ത്തി ആ നെറ്റിയിൽ ചുണ്ട് ചേർക്കുമ്പോൾ നിയന്ത്രണം വിട്ടതുപോലെ ഋഷിൻ വിങ്ങിക്കരഞ്ഞിരുന്നു. ഡെയ്സിക്ക് മുമ്പിൽ അവൻ കൈകൂപ്പി. അവനെ തന്നിലേക്ക് ചേർക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് അവർ ക്രിസ്റ്റിയെയും ചേർത്ത് പിടിച്ചു. ഇടവും വലവും ശക്തമായൊരു കരുത്ത് വന്ന പോലെ ആ അമ്മയുടെ മുഖം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും മറിയാമ്മച്ചിയോ പാത്തുവോ രണ്ടിലാരോ വിളിച്ചു കൂട്ടിയിട്ട് മാത്തച്ഛന് പിറകെ കുന്നേലുള്ളവരെല്ലാം ഡെയ്സിയുടെ മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നു. വീണ്ടും ഋഷിന്റെ മുഖം കുനിഞ്ഞു. തോളുകൊണ്ടവൻ കണ്ണു തുറക്കുന്നുണ്ട്. ആഹാ, ഇവിടെ നിന്നാ മതിയോടാ മക്കളെ, പെങ്ങളെ കല്യാണത്തിന് ചേട്ടന്മാർക്ക് എന്തെല്ലാം ജോലിയുണ്ട്. മാത്തച്ഛൻ ഋഷിന്റെ ചുമലിൽ തട്ടി പറഞ്ഞോടെ തുടച്ചു കളഞ്ഞ അവന്റെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു. ഋഷിൻ തലയരിച്ചുകൊണ്ട് ക്രിസ്റ്റിയെ നോക്കി. അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ദിലു കരച്ചിൽ വന്നതൊതുക്കി ക്രിസ്റ്റിയെ നോക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി അവളെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. അവൾ ഓടി അവനെ നെഞ്ചിൽ പറ്റി ചേർന്ന് നിന്നു. നിനക്ക് അവനെയും കുട്ടീനോട് തല്ലുപിടിക്കണ്ടടി.
ക്രിസ്റ്റി സ്വകാര്യം പോലെ ചോദിച്ചു. അവൾ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. മീര ഋഷിനെ തന്നെ നോക്കി നിൽപ്പാണ്. ഒരു വേള അവളുടെ കണ്ണുകൾ ക്രിസ്റ്റിയുമായി കോർത്തു. അവനൊന്ന് ചിരിച്ചു കാണിച്ചതോടെ അവൾ അതിനർത്ഥം മനസ്സിലാക്കി ഋഷിന്റെ മുമ്പിലെത്തി. ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു. പതിയെ മുന്നിൽ വന്നിരുന്നിട്ട് ചിരിയോടെ പറയുന്നവളെ ഋഷിൻ ഞെട്ടലോടെയാണ് നോക്കിയത്. താൻ പ്രതീക്ഷിച്ച വെറുപ്പിന് നേർത്തൊരു കണിക പോലുമില്ല അവളുടെ ആ കണ്ണുകളിൽ. ചുറ്റും കാണുന്നത്രയും സ്നേഹമാണെന്ന തോന്നലിൽ അവൻ വീണ്ടും തളിർത്തു. കണ്ണു നിറഞ്ഞു. എല്ലാവരും പരിഗണിക്കുന്നു, സ്നേഹിക്കുന്നു. ആ ഓർമ്മ അവന് വേദനയായിരുന്നപ്പോൾ നൽകിയിരുന്നത്. മറിയാമ്മച്ചി മാത്രം മാറി നിൽപ്പുണ്ട്. മാത്തച്ഛൻ വീണ്ടും തിരക്കുകളെ കുറിച്ച് ഓർമ്മിപ്പിച്ചതും ക്രിസ്റ്റി പാത്തുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. നല്ലൊരു ദിവസമായിട്ട് മോന്തയെ വീർപ്പിച്ചെന്നാലേ ആ മോന്ത ഞാൻ കുത്തിപ്പൊട്ടിക്കും കേട്ടോ. പാത്തുവിനെ വിളിച്ചുകൊണ്ട് പോണ പോക്കിൽ അവൻ പറഞ്ഞു. എന്റെ പിണക്ക് അങ്ങനെയൊന്നും ഞാനിപ്പോ പറഞ്ഞു തീർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വാശി പിടിച്ചു നിൽക്കുമ്പോൾ ചുമരിൽ ചാരി നിൽക്കുന്ന മറിയാമ്മച്ചിയെ നോക്കി പറഞ്ഞിട്ട് അവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. വാതിലടച്ച് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അടിമുടി നോക്കുന്ന ക്രിസ്റ്റിയുടെ നേരെ പാത്തുവിന്റെ കണ്ണുകൾ കൂർത്തു. എന്തേ? അവൻ ചുണ്ടിൽ കൈവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് അതേ നിൽപ്പ് തുടരുന്ന കണ്ടതും പാത്തു ചോദിച്ചു. ഞാൻ നിന്നെ കാണുവാ. കണ്ണ് ചിമിച്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു. രസമുണ്ടോ? അവന്റെ മുന്നിൽ നിന്ന് സ്വയം നോക്കിക്കൊണ്ട് പാത്തു ആവേശത്തിൽ ചോദിച്ചു. പിന്നില്ലാണ്ട് എനിക്കങ്ങ് കടിച്ചു പറിക്കാൻ തോന്നുവാ. ഷാളിങ്ങനെ ചുറ്റിയത് ഇഷ്ടമായോ? ഇച്ചയ്ക്ക് കുഴപ്പമില്ലല്ലോ. പാത്തുവിന്റെ സംശയം കേട്ടപ്പോൾ ക്രിസ്റ്റിക്ക് ചിരി വന്നു. നീ കംഫർട്ടബിൾ അല്ലേ? ക്രിസ്റ്റി അവിടെ അരികിലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞിട്ട് ചെയ്തെന്നാ. അമ്മയ്ക്കും അറിയാമച്ചയ്ക്ക് നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞു. പാത്തു സന്തോഷത്തോടെയാണ് പറയുന്നത്. ചിരിയോടെ അവൻ അവളെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞു. എന്റെ മേക്കപ്പ് ഞാൻ കളഞ്ഞാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. പാത്തു പിന്നിലേക്ക് മാറിക്കൊണ്ട് അവന് നേരെ വിരൽ ഉയർത്തി. ഒരു മേക്കപ്പിന്റെ വില കൂടിയില്ലേ എനിക്ക്? നടുവിന് കൈകുത്തി നിന്നിട്ട് ക്രിസ്റ്റി ചോദിച്ചു. ഇന്നെനിക്ക് മേക്കപ്പ് മുഖ്യം വീലേ. അതിലൊന്നും വീഴില്ലെന്ന പോലെ പാത്തു കുറുമ്പോടെ പറഞ്ഞു. നിന്നെ എന്റെ കൈ കിട്ടൂടി, ഞാൻ എടുത്തോളാം കേട്ടാ. ക്രിസ്റ്റി കണ്ണിരുട്ടിക്കൊണ്ട് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ഒരുങ്ങിയത് അയച്ച, ഇനി ഒരുങ്ങാൻ സമയമില്ലായിട്ടല്ലേ? എനിക്കറിയാലോ ഇച്ചയുടെ കൈ കിട്ടിയുള്ള അവസ്ഥ. അവൻ പിണങ്ങിയെന്നുള്ള തോന്നൽ പാത്തു എണ്ണിപ്പറിക്ക് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. ക്രിസ്റ്റി എന്നിട്ടും വലിയ മൈൻഡൊന്നുമില്ലാത്ത പോലെ പറഞ്ഞു. പ്ലീസ് ഇച്ചാ. പാത്തുവിന്റെ അരികിലെത്തി. ക്രിസ്റ്റി അവിടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദേ, ഈ കവിളിങ്ങനെ മേക്കപ്പ് ഇട്ട് ചുവപ്പിച്ചിലും ഭംഗിയായിട്ട് നിന്നെ മനോഹരിയാക്കാൻ എനിക്കറിയാം. ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ തന്നെ നീ ബ്ലഷ് അടിച്ചു പോവല്ലോ. ക്രിസ്റ്റി അവിടെ കവിളിൽ തലോടി. എൻ്റെ ഒരു ചുംബനം കൊണ്ട് തന്നെ നിന്റെ ചുണ്ടുകൾക്ക് ഇതിനേക്കാൾ ഭംഗിയേറുമല്ലോ. അവൻ അവളുടെ ചുണ്ടിലും ഒന്ന് തട്ടി. പാത്തു ഒന്നും പറയാതെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതെ, ഡ്രസ് എടുത്തതാ പാത്തു? ഇല്ലേ, നീ പറഞ്ഞ പോലെ ഒന്നോട് കുളിച്ച് മേക്കപ്പ് ഇട്ട് സുന്ദരി ആവേണ്ടി വരും. ക്രിസ്റ്റി കുറുമ്പോട് അവിടെ കാതിൽ പറഞ്ഞു. പാഞ്ഞു പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി നിന്നു. പാത്തുവിന്റെ സാരിയുടെ അതേ കളർ ഷർട്ടും വെള്ളമുണ്ടുമാണ് ക്രിസ്റ്റിയുടെ ഡ്രസ്സ്. പാത്തു ഷെൽഫിൽ നിന്ന് അതെടുത്തു. ബാത്റൂമിൽ പോയെന്ന് ഫ്രഷായി വന്നുകൊണ്ട് ക്രിസ്റ്റി ധൃതിയിൽ അത് ധരിച്ചു. ഇച്ച പെട്ടെന്ന് താഴെന്ന് വിളിക്കുന്നുണ്ട്. പാത്തു ധൃതി കൂട്ടി. ക്രിസ്റ്റി കണ്ണാടിക്കുമ്പിൽ നിന്നിട്ട് ഒരുങ്ങുന്ന തിരക്കിലാണ്. ഞാൻ പോയാലെന്നാ? പാത്തുവിനെ നോക്കി. നിക്ക്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ക്രിസ്റ്റി വാച്ചെടുത്ത് കെട്ടിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒരുങ്ങിക്കഴിഞ്ഞ് അവൾക്ക് മുമ്പിൽ സ്റ്റഡിയായി നിന്നുണ്ടാവും ചോദിച്ചു. മീരയ്ക്ക് ആഭരണം എടുത്തപ്പോൾ വാങ്ങിയ ബ്രേസ്ലെറ്റും കഴുത്തിലെ മാലയും അവനൊപ്പം തിളങ്ങുന്നുണ്ടായിരുന്നു. ഷർട്ടിലും മുണ്ടിലും അവനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പാത്തുവിന്റെ കണ്ണിൽ നിന്നും അവൻ ആ അഭിപ്രായം കണ്ടുപിടിച്ചിരുന്നു. കണ്ണിമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചിട്ട് ധൃതിയിൽ കുറെ ഫോട്ടോയും എടുത്തിട്ടാണ് ക്രിസ്റ്റിയും പാത്തുവും താഴേക്ക് ഇറങ്ങിയത്. രാജകുമാരന്റെ പ്രൗഢിയോട് ഒരുങ്ങിയിറങ്ങി വന്ന ഫൈസിയെ വരവേൽക്കാൻ ക്രിസ്റ്റിക്കൊപ്പം നിൽക്കുമ്പോൾ ഋഷിൻ വീണ്ടും വീണ്ടും വിറച്ചു പോകുന്നുണ്ട്. എവിടെയോ പോയി വിളിക്കാൻ വെപ്രാളം പൂണ്ട് നടക്കുന്നവനെ മനഃപൂർവ്വം ഓരോ ജോലിക്ക് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ താൻ ഇതൊന്നും അർഹിക്കുന്നില്ലെന്ന് ഋഷിന്റെ മനസ്സ് നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരല്പം പോലും മാറി നിൽക്കാൻ അവരാരും അവൻ ഒറ്റയ്ക്ക് വിട്ടില്ല. കോളേജിലെ മുഴുവൻ കൂട്ടുകാരും ഫൈസിയുടെ കൂടെയുണ്ടായിരുന്നു. ക്രിസ്റ്റി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിച്ചു. നിറഞ്ഞ ചിരിയോടെ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ചേലായിരുന്നു. ഇതെന്താണ്, കുഞ്ഞളിയൻ എന്നെക്കാൾ നാണാണല്ലോ. മുഖം കുനിച്ചു നിൽക്കുന്ന ഋഷിനെ ക്രിസ്റ്റിയെ പോലെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫൈസി അവന്റെ ചെവിയിൽ അവന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുമ്പോൾ ആ പരിഗണനയും ഋഷിനുള്ളിലെ അസ്വസ്ഥത കൂട്ടുകയാണ് ചെയ്ത്. ഫൈസിയോട് ചെയ്തെല്ലാം ഓർത്തവൻ വീണ്ടും വീണ്ടും വേദനിച്ചു. അകത്തേക്ക് വേണം. ഋഷിയിൽ നിന്നും വിട്ടകുന്ന ഫൈസിയുടെ കൈ പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. അവനൊപ്പം സ്റ്റേജിന് നേരെ നടക്കുമ്പോൾ ഫൈസി ഋഷിന്റെ കൈകൾ കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെയും പതിഞ്ഞ ശബ്ദത്തിൽ മുഴങ്ങി കേട്ടിരുന്ന ഇശലിന്റെ ഈരടികൾക്ക് കനം വെച്ചിരുന്നു. അവൻ വന്നിറങ്ങിയ നിമിഷം തൊട്ട് താളവും മുറുകി. നിരവധി കണ്ണുകളും മനസ്സുകളും ആശീർവാദത്തോടെ ഫൈസിയെ തഴുകി. അതിനിടയിൽ കൂടി ഭംഗിയായി ചിരിച്ചുകൊണ്ട് അവൻ തല ഉയർത്തി പിടിച്ച് നടന്നു.
ക്രിസ്റ്റി തന്നെയാണ് ഫൈസയെ സ്റ്റേജിലേക്ക് പിടിച്ചു കയറ്റിയത്. അത്യധികം മിടിക്കുന്ന മനസ്സോടെ തിടുക്കത്തോടെ അവന്റെ കണ്ണുകൾ മീരയെ കാണാൻ ദാഹിക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ രാജകുമാരിയെ പോലെ ദിലുവിനും പാത്തുവിനും ഒപ്പം നേർത്തൊരു ചിരിയോടെ നടന്നു വരുന്ന മീരയെ കാണേ ഫൈസി ശ്വസിക്കാൻ തന്നെ മറന്ന പോലെ നിന്നുപോയി. സ്വർണ്ണ നിറമുള്ള ലഹങ്കയിൽ സൂര്യനെ പോലെ ജ്വലിക്കുന്ന മീര അരികിലേക്ക് വന്നവൾക്ക് വേണ്ടി ഫൈസി കൈനീട്ടി. തന്റെ പ്രണയത്തെ കൈപ്പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ ലോകം പിടിച്ചടക്കിയവന്റെ സന്തോഷമുണ്ടായിരുന്നു ഫൈസിയുടെ മുഖം നിറയെ. അതുവരെയും ആരൊക്കെയോ വാക്കുകൾ കൊണ്ട് ഏൽപ്പിച്ച മുറിവുകൾ ആ ചിരിയിൽ അലിഞ്ഞു പോകുന്നൊരു സന്തോഷത്തോടെയാണ് മുഹമ്മദ് മകനെ നോക്കുന്നത്. ആയിഷയും ഫറബിന്റെ ചെക്കന്റെ പെങ്ങളെന്ന ലേബിൽ അല്പം ചാടിയിട്ട് സ്റ്റേജിൽ ഫൈസിയോട് ചേർന്ന് തന്നെ നിൽപ്പുണ്ട്. മുഹമ്മദ് എടുത്തു കൊടുത്ത് മാര കൈനീട്ടി വാങ്ങിയിട്ട് ഫൈസി ക്രിസ്റ്റിയെയാണ് നോക്കിയത്. ഹൃദയം നിറക്കുന്ന ഒരു ചിരിയോടെ അവന്റെ കണ്ണിലും സമ്മതം അറിയിച്ചുകൊണ്ടൊരു വസന്തം ബാക്കിയുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി. അത്രമേൽ സന്തോഷത്തോടെ അവിടെ തിങ്ങിക്കൂടിയവരുടെ ആശീർവാദത്തോടെ ഫൈസി മീരെ അവന്റെ പാതിയാക്കി. അവളുടെ സീമന്തരേഖയെ ഫൈസിയുടെ ചുംബനമാണ് ചുവപ്പണിയിച്ചത്. നിന്റെ കൂടി പെങ്ങളാണ് ഋഷു മീര. എന്നെക്കാൾ നിനക്കാണ് അവളെ കൈപ്പിടിച്ചേൽപ്പിക്കാൻ അർഹത. നീ ചെയ്യില്ലേ? നിന്റെ കടമ കൂടിയാണത്. തനിക്കരികിൽ നിൽക്കുന്ന ഋഷിന്റെ കാതിൽ ക്രിസ്റ്റി മറ്റാരും കേൾക്കാതെ പതിയെ ചോദിച്ചു. ഞാനോ? ഞാൻ? അവൻ വാക്കുകൾക്കായി പരതുന്നുണ്ടായിരുന്നു. നീയും ഞാനൊന്നും വേണ്ടടാ, നമ്മൾ ചെയ്യുന്നു, അതിനോക്കെയല്ലേ? ക്രിസ്റ്റി അവന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. അവനതിന് ഉത്തരമൊന്നും പറഞ്ഞില്ലെങ്കിലും ആ മുഖത്ത് വീണ്ടും അസ്വസ്ഥതയുടെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നത് ക്രിസ്റ്റി അറിയുന്നുണ്ടായിരുന്നു. ഇതുകൂടി കഴിഞ്ഞിട്ട് പോയ പോലെ നിനക്ക്. കുഞ്ഞൊരു ചിരിയോടെ ക്രിസ്റ്റി ഋഷിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അവനെ ആ ചിരിയിലേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ ഋഷി നോക്കുന്നുണ്ടായിരുന്നു. എന്ത് പോണ്ടേ? ക്രിസ്റ്റി വീണ്ടും അവനെ നോക്കി. ഒന്ന് മൂളിക്കൊണ്ട് ഋഷിൻ വീണ്ടും മുഖം കുനിച്ചു. ഒടുവിൽ ചടങ്ങുകളെല്ലാം അതിന്റെ മുറക്ക് തന്നെ നടത്തി. കന്യാദാനത്തിനുള്ള വിളിയെത്തി. എല്ലാ കണ്ണുകളും ക്രിസ്റ്റിക്ക് നേരെയാണ് നീണ്ടത്. അത് പ്രതീക്ഷിച്ചു നിന്നുകൊണ്ട് തന്നെ ക്രിസ്റ്റി ഫൈസിയുടെ അരികിലേക്ക് പോകുമ്പോൾ ഋഷിന്റെ കൈകളും അവനിൽ ഭദ്രമായിരുന്നു. അവനത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച പോലെ ചിരി ഫൈസിയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു. സ്റ്റേജിലെത്തിയപ്പോഴും ഋഷിൻ ആരെയും നോക്കുന്നുണ്ടായിരുന്നില്ല. ക്രിസ്റ്റി മീരയുടെ കൈ പിടിച്ചിട്ട് ഋഷിന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തു. അവനാണ് വിറയലോടെ അവളെ ഫൈസിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. കണ്ണു നിറച്ചു നിൽക്കുന്ന മീരയെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുമ്പോൾ ഫൈസി ഋഷിനെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി. ആഘോഷങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അപ്പോഴവിടെ ആരംഭിച്ചു കഴിഞ്ഞത്. പാട്ടു നൃത്തവുമായി കൂടുതൽ ആഘോഷത്തിമിർപ്പിന് കൂടി വേദിയൊരുങ്ങി. ജാടയോ ഫോർമാലിറ്റികളോ പണക്കാരോ പാവപ്പെട്ടവരെന്നൊന്നുമില്ലാതെ അവരത് സന്തോഷത്തിന്റെ മുഹൂർത്തമാക്കി മാറ്റിയിരുന്നു. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട്. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ എൻ കണ്ണേ കാതലേ എന്ന മാധുരി എഴുതുന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.